ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പം ഞാനൊരുപാട് നാളായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ ലൈവ് ഇടുന്നതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ഇടലില്ല ഇപ്പോൾ. അപ്പം ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല, ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ട്. അപ്പം ഇന്ന് അടുക്കളയ്ക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകരുതിങ്ങാണ്ട് ആദ്യം രാവിലെ തന്നെ തുണിയൊക്കെ കഴുകാനൊക്കെ നിന്നു. അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്നാണ് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പം തുണി കഴുകിയതൊക്കെ കഴിഞ്ഞ് നല്ല വെയിലുണ്ട്. രാവിലെ ഒന്ന് മഴ വന്നിരുന്നു, അതാണ് പോയി, നല്ല വെയിലായി. അപ്പം തുണി കഴുകൽ കഴിഞ്ഞ് തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ അടുക്കളയ്ക്ക് കയറുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും അത് നിങ്ങളെയും കൂടി ഞാൻ കാണിക്കാമെന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലൈവിൽ കയറണോണ്ട്, ഇപ്പോൾ ലൈവ് ചെയ്യണോണ്ട് കുറച്ചൊക്കെ പിന്നെ സബും ലൈക്കും ഒക്കെ കിട്ടലുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കലാണ്. രാവിലെ 7 മണി മുതൽ 8 മണി വരെ ലൈവ് ഇടും കേട്ടോ. അപ്പം തുണി കഴുകലൊക്കെ കഴിഞ്ഞതാ. ഇതെന്താ സാധനം എന്നറിയോ? തിപ്പല്ലി എന്ന് പറയുന്ന സാധനമാട്ടത്. അപ്പം അതിവിടെ ഉണ്ട്. അപ്പം ഞാൻ അതിമെന്ന് കുറച്ച് നല്ലോണം പഴുത്തത് എടുത്തത് ഉണക്കിയതാട്ടോ. ഇതാണ് ഒരു മാവ് മൊത്തം ഇതാണ് പടർന്ന് കയറിയിരിക്കണേ. ഇമ്മ നിറയെ ഉണ്ട് കായ് കേട്ടോ. ചുമക്കൊക്കെ മരുന്ന് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ കായ് വെറുതെ ഉണക്കി വെച്ചതാണ്. അപ്പം അതും അവിടെ വെയിലത്തിട്ടു. പിന്നെ അത് നമ്മളെ ചെടികളാണ്. ചെടികളൊക്കെ പോയി. കുറച്ച് 10 മണി ഉണ്ട്, ഒരു 2-3 കളറ്, 3-4 കളർ എങ്ങാണ്ടുണ്ട്. ബാക്കിയൊക്കെ പോയിട്ടോ. പോപ്പി ഫുള്ളും പോയി. ഈ മഴയത്ത് ചീണ കുറേ ചെടികളുണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടോ. നമുക്കൊന്നും ശ്രദ്ധ ഇല്ലാതെ അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിന്. മുറ്റം നമ്മൾ വെയിലും മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും പുല്ലല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറേയൊക്കെ തൂക്കണീൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ തൂപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് കയറിയത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കയറിയപ്പോഴത്തേക്ക് ഞാൻ വേഗം തൂപ്പ് അകം തൂത്തിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലെ തന്നെ വേഗം അകം തൂപ്പും തുടപ്പുമാണ് കഴിച്ചു. അപ്പോൾ നമ്മൾ ന്യൂഹക്കുട്ടി മദ്രസ വിട്ടെന്നുങ്ങാണ്ട് ഇപ്പോൾ ഉറക്കമൊന്നുമില്ല, ഭയങ്കര ഉറങ്ങണ സമയമില്ല. പരീക്ഷയ്ക്ക് പഠിക്കണം, സ്കൂളിൽ പഠിക്കണം, ട്യൂഷൻ്റെ പഠിക്കണം, എപ്പോഴും പണിയാണ്, അല്ല ഉറക്കമാണ്, പഠിപ്പാണ് എന്നും പറഞ്ഞാണ്ട് ഉറങ്ങാൻ സമയമില്ല എന്നും പറഞ്ഞ് മദ്രസ വിട്ടെന്ന് ചായയൊക്കെ കൂടി കഴിഞ്ഞ് കടന്നുറങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ചീര കിട്ടിയിരിക്കണം, നല്ല ചീരയാണ്. അപ്പം ഞാനതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമുക്കിന്ന് ചീര തോരൻ വെക്കാം. പിന്നെ മീനുണ്ട്, മീൻ കൊണ്ട് കറിയും. നത്തോലി മീനുണ്ട്, അത് പിന്നെ വറുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചീര ഞാനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ കറിയാണിത്, മീൻ കറിയാണ്, നല്ല സൂപ്പർ മീൻ കറി. അപ്പുറത്തെ അടുപ്പിലതാ നെത്തോലി മീൻ നല്ലോണം ഫ്രൈ ചെയ്യാനും വെച്ചിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും നാട്ടിൽ കൂടിയൊക്കെ, മഴയാണോ വെയിലാണോ എന്താണ്? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലായിടത്തും വെയിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അടുക്കള രാവിലെ പിന്നെ സ്കൂളിലുള്ള ദിവസമാണ് ഇതെല്ലാം 9 മണിയാകുമ്പോഴത്തേന് തീരും. പിന്നെ എന്താ അടുക്കളയിൽ ഒരു പരിപാടിയില്ല. പിന്നെ തുണി കഴുകലും തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും കുറച്ച് വൈകിട്ടാണ് അടുക്കളയിലേക്കൊക്കെ കയറിയത്. ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ പതുക്കെ ഉള്ളൂ വെക്കാറ്. അപ്പം അങ്ങനെ നമ്മളെ നെത്തോലി വെന്തു. ഇനി അടുപ്പത്ത് നമുക്ക് ചീര തീമക്കാം. മീൻ കറി വെച്ച അടുപ്പിൽ നമുക്ക് ചീര, അതിന് ചട്ടി തീമച്ചാണ്ട് ചുമന്നുള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ കേട്ടോ വേവിച്ചത്. അങ്ങനെ ഇതാ വെളുത്തുള്ളിയില്ല, ചുമന്നുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് കേകി വെച്ച് പിന്നെ ചീര ഉണ്ട് അതാണ്ട് ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് നല്ലോണം ആവിക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചതും ഇട്ട് കൊടുത്ത അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പം അന്നത്തെ ഉച്ചക്കത്തെ
നമുക്ക് പിന്നെ മീൻകറിയും നെത്തോലി പൊരിച്ചതും ചീരത്തോരനുമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്നും കൂടിയും പറയുകയാണ്, ഞാൻ ലൈവിൽ വരാറുണ്ട്. ലൈവിൽ രാവിലെ 7 മണി മുതൽ 8 മണി വരെയാണ്, 1 മണിക്കൂറാണ് ഞാൻ ലൈവ് ചെയ്യൽ. അതിൻ്റെ ഇടയിൽ ഈ 7 മണി 8 മണിൻ്റെ ഇടയ്ക്കാവുമ്പോൾ കുട്ടികൾ സ്കൂൾക്ക് പോകാൻ എല്ലാം നമ്മൾ റെഡിയാക്കുമല്ലോ. ആ സമയത്ത് അതാണ് കാണിക്കലും ആയി ലൈവും ആയി എഴുതിയുണ്ട് ആ സമയത്ത് ലൈവ് ചെയ്യണത് കേട്ടോ. പിന്നെ 8 മണിക്ക് ശേഷം ലൈവിൽ ഇരിക്കാൻ പറ്റൂല. അപ്പം അതിന് മദ്രസ വിട്ട് വരൂലേ, പിന്നെ ഓല ഒരിക്കലും പറഞ്ഞയക്കലൊക്കെ ആകുമ്പോൾ നടക്കൂല. അപ്പം അങ്ങനെ 1 മണിക്കൂറാണ് ചെയ്യൽ. അപ്പം എല്ലാവരും ലൈവിൽ വരിക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ നാളായല്ലോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ടതാണ്. പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നുമില്ല, ഇല്ലത് വെച്ച് അങ്ങോട്ട് ഇട്ടതാട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ്, ചെറിയ വീഡിയോ ഒക്കെയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈവിൽ വരിക. നമ്മളെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ഇന്നത്തെ ചീര തോരനും ഇവിടെ റെഡി ആവും കേട്ടോ. ഈ ചീര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും വെച്ചപ്പോൾ അതിന് കളറ് കുറച്ച് കുറവുണ്ട്, ചുമപ്പ് കളറ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.